റിച്ച് പേൾസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ബാന്തിനി കളക്ഷൻസ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള നല്ല കിഡിലൻ കളക്ഷൻസ് ആണ്. ഇപ്പൊ കുറെ അന്ന് നമ്മൾ ചെയ്തപ്പോ കുറെ പേർക്ക് കിട്ടാതെ പോയി, ഭയങ്കര സങ്കടമായിരുന്നു. ഇത് നമ്മൾ കൂടുതൽ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, കൂടുതൽ പീസസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഓണത്തിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനും പ്രത്യേകിച്ചും എല്ലാ കളേഴ്സും ആണല്ലോ ഈ ബാന്തിനിയിൽ. ശരിക്കും പറഞ്ഞാല് എല്ലാം മൾട്ടി ഷെയ്ഡ്സിൽ വരുന്ന കളക്ഷൻസ് ആണല്ലോ, അതും പ്യുർ കോട്ടണിൽ വരുന്നതാണ്. അപ്പോ ഈ ഒരു കളക്ഷൻസ് നമുക്ക് കാണാം ഓരോന്നായിട്ട്. ഇന്നത്തെ കളക്ഷൻസിലെ ഫസ്റ്റ് സെറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല മൾട്ടി കളറിൽ വരുന്ന പ്യുർ കോട്ടണിൽ വരുന്ന ബാന്തിനി സെറ്റുകളാണ്. ബാന്തിനി എന്ന് പറയുന്നത് ഈ ചുങ്കിടി ഡിസൈൻ, ബാന്തിനി ചുങ്കിടി എന്നൊക്കെ പറയും. ഇതിലെല്ലാം ഈ ഇങ്ങനെ കെട്ടിയാണ് നമ്മൾ ഡൈ ചെയ്തെടുക്കുന്നത്. ഈ കെട്ടൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഡിസൈൻസ് ഇങ്ങനെ വിസിബിൾ ആവും കേട്ടോ. ബോട്ടവും ഇതുപോലെ തന്നെ ബാന്തിനി ഡിസൈൻസ് ആണ്. ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത്. ടോപ്പിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഈ ഒരു ബ്ലാക്കില് ഈ ഒരു ചുങ്കുടി ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ. ബാക്ക് സൈഡ് നല്ല ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് ഈ ഒരു ബാന്തിനി ഡിസൈൻ എന്നും എവർഗ്രീൻ ആയി നിൽക്കുന്ന ഒരു ഡിസൈൻ ആണ്. ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ. ഈ ഒരു സെറ്റിന്റെ മൽ കോട്ടണിലാണ് ഷോള് ഡൈ ചെയ്തെടുത്തിരിക്കുന്നത്, ബാന്തിനി ഡൈ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ ടോട്ടലി ടോപ്പ് ബോട്ടം ആൻഡ് ഷോള് പ്യുർ കോട്ടൺ ആണ്. പ്രൈസ് വരുന്നത് 1100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഇനി നമുക്ക് ഇതിൽ വരുന്ന കളക്ഷൻസ് വേഗം കാണാം. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഈ ഒരു സെൻട്രൽ പോർഷനിൽ ഒരു ബേജ് കളറ്, പിന്നെ രണ്ട് എൻഡിലും ആണ് കേട്ടോ കളേഴ്സ് വരുന്നത്. രണ്ട് എൻഡിലും ഇങ്ങനെ ഈ ഒരു ഓറഞ്ച് യെല്ലോ കളേഴ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ഓറഞ്ച് കളറാണ്. ടോട്ടലി ഒരു ഫ്യൂഷൻ കളേഴ്സ് വരുന്ന ബാന്തിനി സെറ്റുകളാണ്. നല്ലൊരു ബ്രൈറ്റ്നെസ് വരുന്ന ഒരു കളക്ഷൻസ് ആണ് ഇതെല്ലാം. ഇതില് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ തന്നെ ഈ ഒരു കളർ വേരിയേഷനിൽ വരുന്ന ദുപ്പട്ട, ബോട്ടം വരുന്നതും ബാന്തിനി സെറ്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് മെറൂൺ, ഗ്രീൻ, യെല്ലോ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഫ്യൂഷൻ ആണ്. ഈ ഒരു സെന്റർ പോർഷനിൽ മെറൂൺ ഷെയ്ഡാണ് വരുന്നത്. ഇതില് രണ്ട് എൻഡിലും ഇങ്ങനെ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ, ബ്ലാക്ക് അല്ല. ഇത് ഡാർക്ക് ഗ്രീൻ യെല്ലോ ഷെയ്ഡ്സ് ആണ് ഈ ഒരു രണ്ട് സൈഡിലും വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ, ഡാർക്ക് ഗ്രീൻ ആണ്. ബോട്ടിൽ ഗ്രീനിന്റെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. ദുപ്പട്ട വരുന്നതും ഇത് ഈ എൻഡ് ഗ്രീൻ ഷെയ്ഡാണ്, മെറൂൺ യെല്ലോ ഷെയ്ഡ്സിൽ വരുന്ന ദുപ്പട്ട. ബോട്ടം വരുന്നതും ബാന്തിനി ഡിസൈൻ തന്നെ വരുന്ന കോട്ടൺ സെറ്റാണ് ബോട്ടവും വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മഡ് ഷെയ്ഡ്, യെല്ലോ, കോഫി ബ്രൗൺ ഒക്കെ കൂടി വരുന്ന ഷെയ്ഡാണ്. ഏതാ നമുക്ക് എടുക്കേണ്ടത് ഭയങ്കര കൺഫ്യൂഷൻ. അത്രയും ഭംഗിയാണ് എല്ലാ കളക്ഷൻസ് കേട്ടോ. എല്ലാ ഷെയ്ഡ്സും ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ വരുന്നത് ആ ഒരു ഫ്യൂഷൻ കളേഴ്സ്. രണ്ട് എൻഡിലും ഈ രണ്ട് ഷെയ്ഡ്സ് വരുന്നുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ബാക്ക് സൈഡ്. ടോട്ടലി ഈ ബാന്തിനി ഫുൾ കളേഴ്സിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ് ഈ സെറ്റുകളെല്ലാം. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതേ കളർ വേരിയേഷൻ തന്നെയാണ്. ബോട്ടം പീസ് വരുന്നതും ഈ മഡ് ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ആണ് സെന്ററിൽ വരുന്നത്. പിന്നെ ബ്ലാക്കില് ഈ ദുപ്പട്ടയിൽ കാണുന്ന അതേ കളേഴ്സ് തന്നെയാണ് നമുക്ക് ബോഡിയിലും വരുന്നത്, മെറൂൺ ആൻഡ് യെല്ലോ. അങ്ങനെയാണ് പെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു ഫുൾ സൈസ് വരുന്നത്. ഇങ്ങനെ യെല്ലോ, മെറൂൺ, ബ്ലാക്ക് ഷെയ്ഡ്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ മെറൂൺ ഷെയ്ഡിലാണ് ബാന്തിനി ഡിസൈൻസ് വരുന്നത് കേട്ടോ. ടോട്ടൽ വ്യൂ വരുന്നത് ഇങ്ങനെ. ദുപ്പട്ട എങ്ങനെയാണ്, നല്ല സോഫ്റ്റ് ആണ്. ഇതെല്ലാം ലെങ്ത് നമുക്ക് കയ്യിൽ കിട്ടുമ്പോൾ വളരെ കുറവായിരിക്കും, കാരണം ഈ ചുങ്കിടി ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത് കൊണ്ട്. ഇനി ഇത് നമ്മൾ വാഷ് കഴിയുമ്പോൾ അത് കുറച്ചും കൂടെ നീണ്ടു വലിഞ്ഞു വരും. അതുപോലെ തന്നെയാണ് ഈ ബോട്ടും. ഇതൊക്കെ കെട്ട് പൊട്ടിച്ച് നിങ്ങൾ നിവർത്തി നമ്മളൊരു വാഷ് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നിവർന്നു വരും ബാന്തിനി ഡിസൈൻസ് കേട്ടോ. ഇങ്ങനെയാണ് ഈ ഒരു സെറ്റിന്റെ വ്യൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഇങ്ങനെ ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ ബോഡി വരുന്നത്. അതിൽ യെല്ലോ, പിന്നെ ഒരു ബേജിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ്. അങ്ങനെയാണ് ഇതിൽ ആ ഒരു ഫ്യൂഷൻ കളേഴ്സ് വരുന്നത്. ബോഡി ഇങ്ങനെ. ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ഇതിൽ വരുന്ന ഈ കളറാണ് കേട്ടോ, എൻഡിൽ വരുന്ന കളറാണ് ബാക്ക് സൈഡിൽ വരുന്നത്. ബേജിന്റെ തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡാണ്. സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഇങ്ങനെയാണ് വ്യൂ വരിക കേട്ടോ. ദുപ്പട്ട വരുന്നതും ഇതേ കളർ കോമ്പിനേഷനിൽ മൽക്കോട്ടൺ ദുപ്പട്ടയാണ്. ബോട്ടം വരുന്നതും പ്യുർ കോട്ടണിൽ ഇതേ ഡിസൈൻസ്. ഇതൊന്നും കെട്ട് പൊട്ടിച്ചിട്ടില്ല. ഈ കെട്ട് പൊട്ടിച്ച് നിവർത്തുമ്പോൾ അതിലെ ഡിസൈൻസ് ഇങ്ങനെ വിസിബിൾ ആയി വരും. ഇങ്ങനെയാണ് വ്യൂ.
നെക്സ്റ്റ് വൺ വരുന്നത് നമുക്ക് ഓറഞ്ച് ഷെയ്ഡിൽ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഡബിൾ ഷെയ്ഡ് ഇഫക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു അപ്പർ പോർഷൻ ലൈറ്റ് ഓറഞ്ചും താഴോട്ട് വരുമ്പോൾ അതിന്റെ തന്നെ ഡാർക്കസ്റ്റ് ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ കാണുന്ന കളക്ഷൻസ് അങ്ങനെയാണ്. ബാക്ക് സൈഡിൽ ഈ ഒരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു ബാന്തിനി ഡിസൈൻസ് തന്നെയാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഇത് ശരിക്കും ഇങ്ങനെ ഈ ഒരു സ്ലാൻഡിങ് ടൈപ്പ് ആയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കും. ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഈ ലൈറ്റ് ആൻഡ് ഡാർക്കിൽ തന്നെ വരുന്ന ഫ്യൂഷനാണ്. ബോർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ ദുപ്പട്ടയില്. ബോട്ടം വരുന്നത് ഈ ഡാർക്ക് ഷെയ്ഡിൽ ബാന്തിനി ഡിസൈൻസോട് കൂടിയ പ്യുർ കോട്ടൺ ആണ് ബോട്ടം. പ്രൈസ് എല്ലാത്തിനും സെയിം ആണ്, 1100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്നത് ഗ്രീനിൽ വരുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡാണ്. ഈ ഒരു പോർഷനിൽ ലൈറ്റ് ഗ്രീൻ എന്ന് പറഞ്ഞാലും നല്ലൊരു പേസ്റ്റൽ നല്ല ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ്. താഴേക്ക് ഡാർക്ക് ഷെയ്ഡ്, ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. നല്ല കോട്ടൺ ആണ്. നമുക്ക് ഈ ഒരു ബാന്തിനി കളക്ഷൻസിൽ എത്ര യൂസ് ചെയ്താലും ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. അതുപോലെ നല്ല കളർഫുള്ളും ആണ്. പിന്നെ ഇതിന്റെ ഒരു മോഡൽ മാറി പോകുന്നില്ല, എപ്പോഴും എവർഗ്രീനായി നിൽക്കുന്ന ഒരു മോഡലാണ്. ദുപ്പട്ട ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ബാന്തിനിയും പിന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ബാന്തിനി ഡിസൈനോട് കൂടിയ ബോട്ടം പീസ്. ഇങ്ങനെയാണ് വ്യൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രേഡ് തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. ദുപ്പട്ടയിലും ഇതേ ഷെയ്ഡ്സ് തന്നെയാണ്, ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ്. ബാന്തിനി ഡിസൈൻസ് വരുന്നത് വൈറ്റ് ആണ്, ബോട്ടം പീസും ഇങ്ങനെ തന്നെ. നെക്സ്റ്റ് വൺ വരുന്നത് ബേജ് കളറിൽ വരുന്ന ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും ആണ്. ഇതും നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. വിത്ത് ബോർഡേഴ്സ് ആണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ. ബോട്ടം പീസിലും നമുക്ക് ബാന്തിനി ഡിസൈൻസ് തന്നെയുള്ള ഡാർക്ക് ഷെയ്ഡ് ആണ്. പ്രൈസ് എല്ലാത്തിനും സെയിം ആണ്, 1100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഗ്രേ ആൻഡ് വൈറ്റ് ഡിസൈൻ ആണ് കേട്ടോ. അതിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ്സ് ആണ്. സോഫ്റ്റ് കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. കോട്ടണിൽ തന്നെ ബാന്തിനി ഡിസൈൻസ് വരുന്ന ബോട്ടം പീസ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ലൈറ്റ് ആൻഡ് ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ലൊരു പ്ലസന്റ് പിങ്ക് ഷെയ്ഡ് ആണ്. ദുപ്പട്ടയില് നമുക്ക് ഇതിൽ ബോർഡേഴ്സ് വരുന്നുണ്ട്. ബോർഡേഴ്സോട് കൂടിയ ഈ ഒരു ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ്. ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ബോട്ടം പീസ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രീനിൽ തന്നെ വരുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ആണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് അപ്പർ പോർഷനും ലോവർ പോർഷനിൽ വരുമ്പോൾ ഡാർക്ക് ഷെയ്ഡ് അതേ ഷെയ്ഡ് തന്നെയാണ് ബോട്ടം പീസ് വരുന്നത്. ദുപ്പട്ടയിൽ ഈ രണ്ട് ഷെയ്ഡും വെച്ച് പെയർ ചെയ്തിട്ട് നമുക്ക് ബോർഡേഴ്സ് ഇങ്ങനെ ഒരു വീവിങ് ബോർഡേഴ്സും കൂടെ വരുന്ന സെറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു റെയർ ഷെയ്ഡാണ്. ചോക്ലേറ്റ് ഷെയ്ഡിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ആ ഡാർക്ക് ഷെയ്ഡാണ് നമുക്ക് ബോട്ടം വരുന്നത്. ദുപ്പട്ടയിലും ഇങ്ങനെ തന്നെ ലൈറ്റ് ഡാർക്ക് വെച്ചിട്ടുള്ള ഒരു ഫ്യൂഷനാണ്. ത്രൂ ഔട്ട് നമുക്ക് ഈ ഒരു ടെമ്പിൾ വീവിങ് വരുന്ന ബോർഡേഴ്സും കൂടെ വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു പീകോക്ക് ഡിസൈൻ ആണ് കേട്ടോ. ഒരു ബ്ലൂല് നമുക്ക് കോപ്പർ സൾഫേറ്റ് ആ ഒരു ഷെയ്ഡിലൊക്കെ വരുന്ന ലൈറ്റ് ആൻഡ് ഡാർക്ക് ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഡാർക്ക് ഷെയ്ഡിലാണ് ബോട്ടം പീസ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയില് ഇതില് ഇങ്ങനെ ഒരു സിൽവർ വീവിങ് ബോർഡേഴ്സും കൂടെ വരുന്നുണ്ട്. പ്യുർ കോട്ടൺ തന്നെയാണ്. പ്രൈസ് വരുന്നതും സെയിം തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ഷെയ്ഡ് ആണ്. നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. ഇതിന്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ആണ് കേട്ടോ. ഡബിൾ ഷെയ്ഡ് ഇഫക്റ്റ് ആണ് ടോട്ടൽ വരിക. കാരണം ബോഡിയിലും ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആണ്, ദുപ്പട്ടയിലും ഇതുപോലെ ഡബിൾ ഷെയ്ഡും. ഈ ത്രൂ ഔട്ട് ബോർഡേഴ്സിൽ ഈ ഒരു വൈറ്റ് ഡിസൈനും നല്ല ഭംഗിയാണ്. ബോട്ടം പീസ് വരുന്നതും ഡാർക്ക് ഷെയ്ഡിൽ ഈ ഒരു ബാന്തിനി ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഇതില് ത്രൂ ഔട്ട് നമുക്ക് ഈ കെട്ടി വന്നിട്ടുള്ള നൂലുകളെല്ലാം പൊട്ടിച്ച് വാഷ് ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്താൽ നന്നായിട്ട് ലെങ്ത് കുറച്ചും കൂടെ കൂടും. ബാന്തിനിക്കൊക്കെ അങ്ങനെ തന്നെയാണ്. അതിങ്ങനെ കെട്ടി കെട്ടി ഡൈ ചെയ്യുന്നത് കൊണ്ട് വരുന്നതാണ് കേട്ടോ. ഇങ്ങനെയാണ് വ്യൂ വരുന്നത്. പ്രൈസ് വരുന്നത് 1100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു ഫ്യൂഷൻ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു അപ്പർ പോർഷൻ ചെറിയൊരു മസ്റ്റേർഡ് യെല്ലോയിൽ നിന്ന് വന്നിട്ട് പിന്നെ ബ്ലാക്കും മെറൂൺ ഷെയ്ഡാണ് ലോവർ എൻഡിലേക്ക് വരുന്നത്. അതേ ഷെയ്ഡ് തന്നെ ദുപ്പട്ടയിലും വരുന്നുണ്ട്. ബോട്ടം പീസ് വരുന്നത് ഇതിന്റെ തന്നെ ഈ ഒരു അപ്പർ പോർഷനിൽ വരുന്ന ഷെയ്ഡാണ് നമുക്ക് ബോട്ടം പീസ് വരുന്നത്. നെക്സ്റ്റ് കാറ്റഗറി വരുന്നത് നമുക്ക് ബാന്തിനി ഡിസൈൻസ്, വലിയ ബാന്തിനി ഡിസൈൻസും ചെറിയ ബാന്തിനി ഡിസൈൻസും മിക്സ് ചെയ്ത് വരുന്നത് കേട്ടോ. ഡാർക്ക് വൈൻ ഷെയ്ഡാണ്. ഗ്രേപ്പ് വൈൻ ഷെയ്ഡിന്റെ ഡാർക്ക് ഷെയ്ഡാണ്. ഉള്ളിലെല്ലാം ഈ ബേജ് കളറിൽ വരുന്ന ബാന്തിനി ഡിസൈൻസ് ആണ്. ദുപ്പട്ടയും ഇതേ കോമ്പിനേഷനിൽ വരുന്ന മൽക്കോട്ടൺ ദുപ്പട്ട. ബോട്ടം വരുന്നതും പ്യുർ കോട്ടണിൽ തന്നെ ബാന്തിനി ഡിസൈൻസ് ഉള്ള ബോട്ടം പീസ് ആണ് കേട്ടോ. പ്രൈസ് എല്ലാത്തിനും സെയിം ആണ്, 1100 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. നെക്സ്റ്റ് വരുന്നത് ആ ഒരു പീകോക്ക് ഗ്രീൻ പ്ലസ് റെഡ് ഷെയ്ഡിൽ വരുന്ന ബാന്തിനി ഡിസൈൻസ് ആണ്. ഇങ്ങനെ വലിയ ഡിസൈൻസ് ചെറിയ ഡിസൈൻസ് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ദുപ്പട്ട വരുന്നതും പ്യുർ കോട്ടണിൽ വരുന്ന ദുപ്പട്ട. ബോട്ടം പീസ് വരുന്നത് ഈ ഒരു കോൺട്രാസ്റ്റ് ഷെയ്ഡ്.
അപ്പൊ നമ്മൾ ഇന്ന് ബാന്തിനി കളക്ഷൻസിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് കണ്ടു. എല്ലാം മൾട്ടി ഷെയ്ഡിൽ വരുന്നതാണ്. പിന്നെ ഈ ബാന്തിനി കളക്ഷൻസിലെല്ലാം നമ്മൾ വരുന്നത് ഇതൊക്കെ ഈ തുണി ഇങ്ങനെ കൂട്ടി പിടിച്ചെല്ലാം കെട്ടിയാണ് ഈ ഡൈയില് മുക്കുന്നത്. ഡൈയില് മുക്കിയെടുത്തിട്ടാണ് ഇത് ഡ്രൈ ചെയ്തിട്ടാണ് നമുക്ക് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളർ സ്മഡ്ജിങ്, അതായത് ഒരേ പാറ്റേൺ ആയിരിക്കില്ല, ചിലപ്പോൾ ചില കളേഴ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മഡ്ജ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എല്ലാ സെറ്റിലും അത് കാണും. അത് ഈ ബാന്തിനി കളക്ഷൻസിന്റെ പ്രത്യേകതയാണ്. അത് നമുക്ക് ഡാമേജ് എന്ന് പറയാൻ പറ്റില്ല, അത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഡൈ ചെയ്യുമ്പോൾ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ നമുക്കറിയാലോ, വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഡിപ്പ് ചെയ്യുമ്പോൾ, വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ഇത് കെട്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി പിടിക്കും, എന്നിട്ടാണ് ഇത് ഡൈയിൽ മുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കളേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്മഡ്ജ് ചെയ്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് ഡാമേജ് അല്ലാതെ ഞാൻ പ്രത്യേകം പറയാണ്, എല്ലാത്തിലും ആ കളർ സ്മഡ്ജിങ് വരുന്നുണ്ട്. ഇനി ഇത് ഫസ്റ്റ് വാഷ് നിങ്ങൾ കളർ ഗാർഡ് യൂസ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. കളർ ഗാർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എങ്ങനെ വന്നാലും ഡൈ ചെയ്ത് എടുക്കുന്ന ഫാബ്രിക്സ് ആയതുകൊണ്ട് ഒരു മേൽച്ചായം പോവും. പിന്നെ യാതൊരു പ്രശ്നവുമില്ല, കുറേ നാൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.